നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. SFI വീണ്ടും വീണ്ടും ശവമഞ്ചങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ സരസ്വ ടീച്ചറിനെയാണ് അവർ കലാപരമായ ഒരു ശവമഞ്ചം ഒരുക്കി നൽകി. ആവിഷ്കാര സ്വാതന്ത്ര്യം വിദ്യാർത്ഥികളുടെ. ഇപ്പോഴിതാ നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ സിസ തോമസിനാണ് അവർ ഇത്തരത്തിലൊരു ശവമഞ്ചം ഒരുക്കിയിരിക്കുന്നത്. ഇവരിത് എങ്ങോട്ടേക്കാണ്? കസേര കത്തിച്ചും ശവമഞ്ചം ഒരുക്കിയും ആൾക്കാരെ കൊല്ലുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തി SFI ഇത് എങ്ങോട്ടാണ് പോകുന്നത്? SFI പോകുന്നത് ജയിലിലേക്കാണ്. കാരണം ഈ വിഷയം ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4 SFIക്കാരായ വിദ്യാർത്ഥികൾ അറസ്റ്റിലായിട്ടുണ്ട്. 79 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരിപാടി ഇവർ തുടങ്ങുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രൊഫസർ സരസ്വ ടീച്ചർക്കെതിരെയാണ്. അവരവിടെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് അവിടെ വിദ്യാർത്ഥികളുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ഗ്രൗണ്ടിൽ ഈ ടീച്ചർക്ക് ഇവർ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മക ശവമഞ്ചം ഒരുക്കി, ശവക്കുഴി ഒരുക്കി. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ കസേര കൊണ്ടുവന്ന് ഗ്രൗണ്ടിലിട്ട് കത്തിച്ചു. ഇങ്ങനെ നിരന്തരം ഈ നമ്മുടെ സർവകലാശാലകളെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി SFI മാറിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് നിരവധി വിദ്യാർത്ഥികളെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും കേരള രാഷ്ട്രീയത്തിന് സമ്മാനിക്കുകയൊക്കെ ചെയ്തൊരു പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന അപജയം എത്ര വലുതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഈ സംഭവത്തിൽ ഇത് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് വെറുതെയല്ല. 4 പേരെ 79 പേർക്കെതിരെ കേസെടുത്തതും വെറുതെയല്ല. ഈ വൈസ് ചാൻസലറെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവരെ ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്തു. നമുക്കറിയാം, ഈ ഇപ്പോഴത്തെ രാജ്യസഭാ MP AA റഹീം പണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥിനികളുമായിട്ട് വന്ന് നമ്മുടെ കേരള സർവകലാശാലയിലെ ഒരു അധ്യാപികയ്ക്കെതിരെ നടത്തിയ സമരം, ഉപരോധ സമരം നമുക്കറിയാം. ആ അധ്യാപികയെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും അനുവദിക്കാതെ അവരെ ബന്ദിയാക്കി. ബോൾ പെൻ കൊണ്ട് അവരുടെ ശരീരത്തിൽ കുത്തി, തലമുടി പിടിച്ചു വലിച്ചു. ആ കേസ് ഇപ്പോൾ നടക്കുകയാണ്. റഹീമിനെതിരെ അത് അറസ്റ്റ് വാറൻ്റുണ്ട്. റഹീം ഹാജരായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് വലിയ പുകിലായി മാറും. അപ്പോൾ ഇതൊക്കെ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഡോക്ടർ JV വിളനിലം അദ്ദേഹത്തെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആക്കിയപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു ചാത്തൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിരുദാനന്തര ബിരുദം എന്ന് പറഞ്ഞിട്ടാണ് SFIക്കാർ അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി വളപ്പിൽ കടക്കാൻ പോലും അനുവദിക്കാതെ വലിയ സമരം ഒക്കെ ചെയ്ത്. ഈ 91-ൽ ഇടതുപക്ഷം തിരിച്ചു വരും. അന്ന് 87-91 കാലത്ത് EK നായനാർ മന്ത്രിസഭയായിരുന്നു. 4 വർഷം പൂർത്തിയാക്കിയ ആ മന്ത്രിസഭയെ മറിച്ചിട്ടിട്ട് VS അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രാജിവെപ്പിച്ചിട്ട് ഇലക്ഷനെ നേരിടുകയായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പിനോടൊപ്പം, കേന്ദ്ര ഇലക്ഷനോടൊപ്പം, നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനോടൊപ്പം. പക്ഷേ അന്നാണ് നമ്മുടെ രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ പെരുമ്പുത്തൂരിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ആ ഒരു സഹതാപ തരംഗം UDFന് അനുകൂലമായി തീരുകയും ചെയ്തത്. കേരളത്തിൽ അതുകൊണ്ട് തന്നെ VSൻ്റെ മോഹം പൊലിഞ്ഞു. K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കേന്ദ്രത്തിൽ നരസിംഹറാവു സർക്കാരും വന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഈ വിളനിലത്തിന് വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ എത്ര വാഹനങ്ങളാണ് തിരുവനന്തപുരത്ത് കത്തിച്ചത്, സർക്കാർ വാഹനങ്ങൾ. എത്ര ബസ്സുകളാണ് എറിഞ്ഞു തകർത്തത്. അപ്പോൾ ഈ VSന് മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയതിൻ്റെ ഇച്ഛാഭംഗം തീർക്കുകയായിരുന്നു ഈ SFI സമരത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി. അതൊരു കാലം, അതൊക്കെ കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഫലമായിട്ട് ആ 91, 92, 93 കാലങ്ങളിൽ നടന്ന ആ അക്രമ സമരത്തിൻ്റെ പിന്തുടർച്ച എന്നോണം ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടു. 2001-ൽ AK ആൻ്റണി സർക്കാർ വന്നപ്പോൾ ഈ പറഞ്ഞ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം. 2006-ൽ വന്ന VS അച്യുതാനന്ദൻ സർക്കാർ അതെല്ലാം നടപ്പാക്കിയില്ലേ? നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന തരത്തിലായിരുന്നു SFIയുടെ ചെയ്തികൾ. ആ 90കളുടെ തുടക്കം മുതൽ
അങ്ങോട്ട് പോയത് അങ്ങനെയാണ്. അവർ ഭരിക്കുന്ന കാലത്ത് ഈ മാറി മാറി ഭരിക്കുമല്ലോ, 5 കൊല്ലം UDF 5 കൊല്ലം LDF എന്നായിരുന്നല്ലോ. അതിൽ LDF വരുന്ന കാലത്ത് സമരങ്ങളില്ല, സ്ഥിതി ശാന്തമാണ്. ഈ KSUക്കാരോ ABVPക്കാരോ ഒന്നും ഇത്തരത്തിലുള്ള അവർക്കതിനുള്ള ശക്തിയും ഉണ്ടായിരുന്നില്ല. എന്നാലും അവർ ഇത്തരത്തിലുള്ള KSU ഒരു കാലത്ത് ക്യാമ്പസിലൊക്കെ ശക്തമായിരുന്നു. പക്ഷേ ഈ 90കൾ കഴിഞ്ഞതിന് ശേഷം KSU ദുർബലമായി, കുറച്ചൊക്കെ ഈ ABVPയുടെ വളർച്ചയുണ്ടായി. പക്ഷേ ഈ 2 കൂട്ടരും ഇങ്ങനെയുള്ള അക്രമ സമരങ്ങൾക്ക് മുതിർന്നില്ല. സർക്കാർ വാഹനങ്ങൾ കത്തിക്കുക സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ താരതമ്യേന കുറവാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഈ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറി. ഈ സർക്കാർ വാഹനങ്ങൾ കത്തിക്കുന്നത് നിന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലുകൾ വളരെ സജീവമായപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടാൻ തുടങ്ങി. മറ്റത് ഏതെങ്കിലും പത്രം ഓഫീസിലെ ഒരു ഫോട്ടോഗ്രാഫർ ഈ സമരത്തിനിടയ്ക്ക് ഈ ഫോട്ടോ എടുത്താൽ തന്നെയും ഇതൊരു തെളിവാണ്. അപ്പോൾ ഈ ഫോട്ടോ അടിച്ചു വരാതെ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഇവരെയൊക്കെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ ഇത് ഒതുക്കിയിരുന്നു. പക്ഷെ ചാനലുകൾ വന്നതോടുകൂടി ഇത് ഒതുക്കാൻ പറ്റാതെ, കാരണം പല ചാനലുകളും ഈ സമരങ്ങൾ പലതും ലൈവായിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ലൈവായിട്ട് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും, കാരണം അവർക്കെതിരെ പോലീസിന് കേസെടുക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതെ 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 അങ്ങനെ ഒരുപാട് സമരങ്ങളിൽ ഈ വാഹനം കത്തിപ്പ് നിന്നു. പിന്നീടുണ്ടായ ഒരു ചേഞ്ചാണ് ഇതുപോലെയുള്ള അധ്യാപകരുടെ, പ്രിൻസിപ്പൾമാരുടെ കുഴിമാടം തീർക്കുക, അവർക്ക് ശവമഞ്ചം ഒരുക്കുക, അവരെ ആക്രമിക്കുക, അവരെ ഉപരോധിക്കുക, അങ്ങനെയൊക്കെയുള്ളത്. ഇത് വളരെ ക്രൂരമായ സംഭവം. ഇപ്പം ഈ കാര്യത്തിൽ അതായത് സിസ തോമസ് ഓർത്തഡോക്സ് കാരിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, അവർ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് ശൈലിയിലുള്ള ഈ ചരമ ശുശ്രൂഷ ഗാനങ്ങളുണ്ട്. ഈ ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് അവർ ഈ നമ്മൾ പിന്നെ രാമായണം വായിക്കുന്നത് പോലെ, ഹിന്ദുക്കൾ രാമായണം വായിക്കുന്നത് പോലെ ഈ പിന്നെ മുസ്ലിം ആചാരപ്രകാരം ചില ഖുറാനിലെ ആയത്തുകൾ ചൊല്ലുന്നത് പോലെ ഇവർ ചില ക്രിസ്തീയ ചരമ ശുശ്രൂഷ ഗാനങ്ങളുണ്ട്. ഇതൊക്കെ പാടിയാണ് ഈ ശവമഞ്ചം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെയുള്ള പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് ആ പാട്ടുകൾ കേൾപ്പിച്ച് ഒക്കെയാണ് ഈ വൈസ് ചാൻസലറുടെ ഈ ശവമടക്ക് ഇങ്ങനെ ഇവർ പ്രതീകാത്മകമായിട്ട് ആഘോഷിച്ചത്. അതുമാത്രമല്ല, അവിടെ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വൈസ് ചാൻസലറെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ആക്രമിച്ചു. ഈ കാലടി സംസ്കൃത സർവകലാശാല ശങ്കരൻ്റെ പേരിലുള്ളത് നമുക്കറിയാം, അത് പേരിൽ മാത്രമാണ് അവിടെ സംസ്കൃതമുള്ളത്. അത് ഈ SFIക്കാർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു കോളേജും സർവകലാശാലയും ഒക്കെ മാറിയിരിക്കുകയാണ്. ഇതിൽ ഞാൻ വരുന്നു, അതിലേക്ക് ഞാൻ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇത്തരത്തിലുള്ള കാരണം മറ്റൊന്നും പഠിക്കാൻ കിട്ടാത്ത, അഡ്മിഷൻ കിട്ടാത്തവരാണ് ഈ സംസ്കൃത കോളേജിലും സംസ്കൃത സർവകലാശാലയിലും ഒക്കെ ചെന്ന് കയറുന്നത്. അവരവിടെ പേരിന് ചേരുന്നു, കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ഈ SFIയുടെ തോന്നിവാസങ്ങളാണ്. അങ്ങനെ ഒരു അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന് ആരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്? ഇതിനിവിടെ കൂട്ടുനിന്നത് ഒന്ന് ഭരണകൂടം, അത് ഇടതിനും വലതിനും ഇതിന് കൂട്ടുനിന്നു. കാരണം ഈ വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ എഴുതിത്തള്ളിയും പോലീസിനെ ആക്രമിക്കുന്ന, അത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും ശരി, പോലീസിനെ ആക്രമിക്കുന്നവർക്കെതിരെ കേസെടുത്തത് പിന്നീട് എഴുതിത്തള്ളുക. അതിൽ ഏറ്റവും കൂടുതൽ എഴുതിത്തള്ളിയിട്ടുള്ളത് SFIക്കെതിരായ കേസുകളാണ്. എഴുതിത്തള്ളി. അതുപോലെ തന്നെ പല ഈ ഭരണത്തിൻ്റെ തണലിൽ പോലീസുകാർ തന്നെ ഇവർക്ക് ഒത്താശ ചെയ്യുന്നു, ഇവരെ അക്രമത്തിന് സാഹചര്യം ഒരുക്കുന്നു, ഇവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകർ, കോളേജിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ, അവർ ഏത് യൂണിയനിൽപ്പെട്ട ആളാണെങ്കിലും ശരി, ഈ SFIയുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുനിൽക്കേണ്ടി വരുന്നു. ഇനി ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ അവർ നിർലോഭം ഇവർക്ക് പിന്തുണ നൽകും. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇത്രയും മലീമസമാകാൻ കാരണം. ഇവിടെ സിസ തോമസിൻ്റെ കാര്യത്തിൽ മറ്റൊരു പെക്യൂലിയാരിറ്റി കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് സിസ തോമസ് ഇത് വിട്ടില്ല. അവർ നേരെ തിരുവനന്തപുരത്ത് വന്ന് ലോക് ഭവനിൽ വന്ന് ഗവർണറെ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞു. ഗവർണർ ഉടനടി DGPയെ വിളിച്ചു വരുത്തി. കാരണം അവിടെ പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയോ ഇവരെ ഈ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. പകരം വിദ്യാർത്ഥികൾക്ക് ആക്രമിക്കാനുള്ള
സൗകര്യമൊരുക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ വിദ്യാർത്ഥികൾ പെരുമാറ്റം. പോലീസിന് നേരെ തിരിയുന്നുണ്ടായിരുന്നു. പോലീസിന് നേരെ തിരിഞ്ഞാലും പോലീസിന് ബലം പ്രയോഗിക്കാമല്ലോ, ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കാമല്ലോ, ഇതെല്ലാം ചെയ്യാമായിരുന്നു. അതൊന്നും പോലീസ് ചെയ്തില്ല. പകരം അവർക്ക് അക്രമം നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് പോലെയായിരുന്നു ഇത്. തീർച്ചയായിട്ടും, കാരണം ഇത് ഇപ്പോഴും ഇത് രമേശ് ചെന്നിത്തലയുടെയോ UDFൻ്റെയോ പോലീസായിട്ടല്ല, ഇതിപ്പോഴും പിണറായി പോലീസാണ്. അതെന്തുകൊണ്ടാണ്? അതിന് ഈ പോലീസിനകത്തെ രാഷ്ട്രീയവൽക്കരണം വലിയ അപകടം ചെയ്യുന്നു. ആ രാഷ്ട്രീയവൽക്കരണം മതവൽക്കരണത്തിലേക്ക് പോയിരിക്കുകയാണെന്ന്. പച്ചവെളിച്ചം പോലെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ കഥ നമുക്കറിയാം. അപ്പോൾ പോലീസ് അല്ലാതായി മാറിയിരിക്കുന്നു. അതാണ് ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. അങ്ങനെ അപ്പോൾ സിസ തോമസ് ഇങ്ങനെ പോലീസ് സേനയെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് സിസ തോമസ് ഗവർണറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. അങ്ങനെ അതാണ് ഗവർണർ ഉടനടി DGPയെ വിളിച്ചു വരുത്തുകയും ശക്തമായ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ 4 പേർ അറസ്റ്റിലാകുകയും 79 പേർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൻ്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ? ഈ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരിടത്തും പഠിക്കാൻ കഴിയില്ല. ഇവർക്കെതിരെ ചുമത്തുന്ന വകുപ്പുകൾ അങ്ങനത്തതാണ്. ഇവർക്ക് ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടില്ല. പ്രൈവറ്റായിട്ട് പോലും ഇവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിത്തീരും. ഇവർക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല ഈ കേസ് കഴിയുന്നത് വരെ. ഈ കേസ് എന്ന് തീരാനാണ്? തീർച്ചയായിട്ടും ഇത് വളരെ നീണ്ടുപോകും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന തരത്തിൽ അവർ തന്നെ ഈ അന്ധമായ രാഷ്ട്രീയം പിന്തുടരുന്നതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ കൊണ്ട് തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി സിസ തോമസിനെ ആക്രമിക്കുന്നതിൻ്റെ കാരണം, സിസ തോമസ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലെ കരടാണ്. സിസ തോമസ് വളരെ കൃത്യമായിട്ട്, അവർ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC ആയിരുന്നു ഇടയ്ക്ക്. ഈ ഡിജിറ്റൽ സർവകലാശാല ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ട്, ഗവർണർ ചാൻസലറായിരിക്കുന്നത് കൊണ്ട് അവിടെ സിസ തോമസ് വന്നു. ആ സിസ തോമസ് അവിടെ വന്ന കാലത്ത് ഈ മുഖ്യമന്ത്രിക്ക് അവിടെ വലിയ പങ്കുണ്ട്. ഡിജിറ്റൽ സർവകലാശാല സാധാരണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അവിടെ പ്രോ ചാൻസലറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിക്കാണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ അധികാരം കൂടുതൽ. അവിടേക്ക് വന്നിരിക്കുന്ന ഫണ്ടുകൾ, അത് ചെലവഴിച്ച രീതി, അതിന് ഓഡിറ്റില്ല. മറ്റ് സർവകലാശാലകളിലൊക്കെ ഓഡിറ്റുള്ളപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഓഡിറ്റില്ല. ഇത് ചോദ്യം ചെയ്ത് സിസ തോമസ് റിപ്പോർട്ട് കൊടുത്തു ഗവർണർക്ക്. അത് വലിയ വിഷയമായി. അന്ന് തൊട്ട് ഈ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാണ് ഡോക്ടർ സിസ തോമസ്. അതുകൊണ്ട് കൂടിയാണ് സിസ തോമസിനെ ടാർഗറ്റ് ചെയ്ത് SFI ആക്രമിക്കുന്നത്. വെറുതെയല്ല. അതായത് ഞങ്ങളോട് കളിച്ചാൽ, ഞങ്ങളുടെ ഇരട്ടച്ചങ്കനോട് കളിച്ചാൽ, ഞങ്ങളുടെ കാരണഭൂതനോട് കളിച്ചാൽ ഇതായിരിക്കും ഫലം. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം. ഇപ്പം സരസ്വതി ടീച്ചറിന് കുഴിമാടം ഒരുക്കി, അതുപോലെ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കൊണ്ടുവന്ന് കത്തിച്ചു. ഇതൊക്കെ ചെയ്തപ്പോഴും ശാരീരികമായ ആക്രമണം കുറവായിരുന്നു. ഇവിടെ ശാരീരികമായ ആക്രമണം വലിയ തോതിൽ, വൈരനിര്യാതന ബുദ്ധിയോടുകൂടി SFIയെ ഈ തരത്തിൽ അക്രമം നടത്താൻ അഴിച്ചു വിട്ടിരിക്കുകയാണ് CPIM. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സിസ തോമസിനെതിരായി നടക്കുന്ന എല്ലാ നീക്കങ്ങളും പിന്നിൽ ഗൂഢാലോചന. ഇതിനൊരു സമാനമായ കോൺസ്പിറസി എനിക്ക് തോന്നുന്നത് EDയുടെ ആക്രമണത്തിൽ നടന്ന അതേ രീതിയിൽ ഉന്നതങ്ങൾ ആലോചിച്ചിടപെട്ട് ഒരു സമാനമായ കോൺസ്പിറസി. അതിനൊരു സംശയവും വേണ്ടെന്നേ. കോൺസ്പിറസി ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം, സിസ തോമസ് നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഇതാദ്യമല്ല സിസ തോമസിനെതിരെ SFIയും CPIMഉം വാളോങ്ങുന്നത്. ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്. അപ്പോൾ ഡോക്ടർ സിസ തോമസ് ചെയ്ത തെറ്റിതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടവർ റിപ്പോർട്ട് കൊടുത്തു. അവിടുത്തെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വലിയ പ്രശ്നമാണ്. അത് ഗവർണറുടെ അടുക്കൽ ആ റിപ്പോർട്ട് കൊടുത്തതാണ് സിസ തോമസ് അനഭിമതയാകാൻ കാരണം. CPMന് പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ, ഇരട്ടച്ചങ്കനെ ചോദ്യം ചെയ്യുകയോ, ഇരട്ടച്ചങ്കനെ വെല്ലുവിളിക്കാറായോ ഒരു ഡൂക്കിലി വൈസ് ചാൻസലർ? ഇതാണ് മനോഭാവം. ഇതുകൊണ്ടാണ് കോൺസ്പിറസി ഉണ്ടെന്ന് പറയുന്നത്. ഗൂഢാലോചനയുടെ സാധ്യത ഇവിടെയാണ് തെളിയുന്നത്. പക്ഷേ ഗവർണർ വിട്ടില്ല. വളരെ ശക്തമായിട്ട് DGPയെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ കർശനമായ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് എന്തായാലും ഈ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇവരുടെ വിചാരം ഭരണം മാറി
അടുത്തത് CPM വന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ്. ഒരിക്കലുമില്ല മക്കളെ. ഇത് മുഖ്യമന്ത്രിയുടെ ഒന്നും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഭരിക്കാൻ വന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അതിനൊക്കെ അപ്പുറത്താണ്. ഗവർണറുടെ അധികാര പരിധി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവി സ്വയം നശിപ്പിക്കുകയാണ് എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും സിസ തോമസിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ ഒരു വിദ്യാർത്ഥികളുടെ ഈ വേട്ട, ഈ വൈസ് ചാൻസലർ വേട്ട, അത് ഏറെക്കാലം കേരളത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസത്തെ മുച്ചൂടും തകർത്തു. ഈ SFIയും ഇടതുപക്ഷവും കൂടി കഴിഞ്ഞ 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ ഒരല്പം പഠിക്കുന്ന എന്തെങ്കിലും സാമ്പത്തികം കൈവശമുള്ള കുട്ടികൾ വെളിനാടുകളിലേക്ക് പോകുന്നത്. നോക്കൂ, ആർട്സ് സബ്ജക്റ്റുകളിൽ 35,000 സീറ്റ് കേരളത്തിൽ വേക്കൻ്റാണ്, ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് നമ്മുടെ നാട്ടിലെ പൗരന്മാർ, പൗരബോധമുള്ളവർ ആലോചിക്കണം. ഇനിയും ഇതിങ്ങനെ അനുവദിക്കണമോ? ഈ വിദ്യാർത്ഥികളുടെ ഗുണ്ടായിസം, അങ്ങനെയാണത് പറയേണ്ടത്. ആ ഗുണ്ടായിസത്തിന് ഇനിയും നമ്മൾ വെള്ളവും വളവും കൊടുക്കണോ? ഇപ്പോൾ ഈ നാട്ടിലൊരു സർക്കാരുണ്ട്. ആ സർക്കാരിന് ഇത് അമർച്ച ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ഭരണഘടനാപരമായിട്ട് അധ്യാപകരെയും വൈസ് ചാൻസലറെയും സർവകലാശാല സംവിധാനത്തെയും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവർ അത് ചെയ്യാതെ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ ഈ നാട് നിങ്ങളോട് ക്ഷമിക്കില്ല, ഭാവി തലമുറ നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും ഗവർണർ ആണത്തമുള്ളവനായതുകൊണ്ട് DGPയെ വിളിച്ചു വരുത്തി കർശന നിർദ്ദേശം കൊടുത്ത് കേസെടുപ്പിച്ചു. എന്തായാലും ഈ കേസിൽ പെടുന്ന വിദ്യാർത്ഥികളുടെ കാര്യം വലിയ കഷ്ടത്തിലായിരിക്കും, അത് തീർച്ചയാണ്. തീർച്ചയായിട്ടും അതിനോടൊപ്പം ചേർത്ത് കേരള പോലീസ് വളരെ ചെറിയ രീതിയിലൊരു മറുപടി കിട്ടിയാൽ കൊള്ളാം. കാരണം കേരള പോലീസിൻ്റെ മുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് കേരള പോലീസിനെ 10 കൊല്ലം കൊണ്ട് പിണറായി പോലീസാക്കി മാറ്റി. അതിൻ്റെ ആ കേരള പോലീസിനുള്ളിലെ രാഷ്ട്രീയവൽക്കരണം, ആ രാഷ്ട്രീയവൽക്കരണം അതിൻ്റെ സീമകളെല്ലാം ലംഘിച്ച് മറ്റു പല മേഖലകളിലേക്കും പടർന്നു കയറിയിരിക്കുന്നു. അതിൻ്റെ ദുരന്തമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭരണം മാറിയതുകൊണ്ട് അത് മാറില്ല. കേരള പോലീസിനെ സമഗ്രമായി ഉടച്ചു വാർക്കുകയും കേരള പോലീസിനുള്ളിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുകയും ചെയ്യാതെ രക്ഷയില്ല. അത് അവസാനിപ്പിച്ചാൽ മാത്രമേ, അതിനെ നശിപ്പിക്കുകയാണ് CPIM ചെയ്തത്, ഇടതുപക്ഷം ചെയ്തത്. അതിൻ്റെ ദുരന്തമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനം വേണം. വി ഡി സതീശൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് SFIയും KSUയും ABVPയും ഒന്നുമല്ല. ഇത് നമ്മുടെ സർവകലാശാലയുടെ ഉന്നത അധികാരികൾക്കെതിരെ നടക്കുന്ന വേട്ടയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു തരം ഭീകരതയാണ്. ഈ ഭീകരതയെ വളരാൻ അനുവദിക്കരുത്. ഇത് കർശനമായിട്ട് ഇത് അടിച്ചമർത്തണം. ഇതിനെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് നേരിടണം. അതാണ് പോലീസ് ചെയ്യേണ്ടത്, പോലീസിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. അതാണ് സത്യത്തിൽ നമ്മുടെ ഭരണകൂടം ചെയ്യേണ്ടത്. കൃത്യമായി കേസുകളെടുത്ത് ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുക, അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അതിലൂടെ അവർ നേരിടാൻ പോകുന്ന ആപത്ത് വളരെ വലുതാണ്. അങ്ങനെ ചിലർക്ക് ആപത്ത് നേരിടുമ്പോൾ പിന്നാലെ വരുന്നവൻ ആലോചിക്കും, ഞാനിത് ചെയ്യണോ വേണ്ടയോ എന്ന്. നേതാക്കൾക്ക് വേണ്ടി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിയോറ് വാരിക്കുന്നത് പോലെ കുട്ടി സഖാക്കളെ കൊണ്ട് ഈ അക്രമം നടത്തി മുതലെടുക്കുന്നത് നേതാക്കളാണ്. അതിനാണ് അവസാനം കുറിക്കുന്നത്. ചില ഭീകരവാദ രാജ്യങ്ങളിൽ ചില കുട്ടികളുടെ കൈകളിലേക്ക് ആയുധം തിരികെ വയ്ക്കാറുണ്ട് ഈ ഭീകരവാദികൾ. അതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കലാലയങ്ങളിലേക്ക് ചില നേതാക്കന്മാർ ആയുധങ്ങൾ തിരികെ കൊടുക്കുന്നു, അവർക്ക് മരണത്തിൻ്റെ ദൂത് പകർന്നു കൊടുക്കുന്നു. ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. പ്രത്യേകിച്ചും അധ്യാപകർക്ക് നേരെ, ഗുരുതുല്യരായ മനുഷ്യർക്ക് നേരെ ഇത്തരത്തിലുള്ള എല്ലാ നെറുകേടുകളും ആക്രമണങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ പൊതുസമൂഹം അത് ചെയ്തേ മതിയാകൂ. കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം ഇതിനെതിരെ കണ്ണടയ്ക്കരുത്. നമസ്കാരം.